ഈ ഒരു ഇല എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കണ്ട് പരിചയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിലൊന്ന് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇലയും ഇതിൻ്റെ കായും ഇതാണ് കേട്ടോ. ഇത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ തളിരിലയാണ് ഇത്. അപ്പോൾ നമ്മളിതാ അത് കുറച്ച് പറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിറ്റേന്നേക്ക് നല്ല വാടി വന്നിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ വാട്ടൊന്നും വന്നിട്ടില്ല, ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് പച്ചച്ചീര എന്ന് പറയും, അതേമാതിരി ഇംഗ്ലീഷ് ചീര എന്ന് പറയും, പിന്നെ മൈസൂർ ചീര എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. ഇതിന് അത് മാത്രം നല്ല പേര്, പലതരം പേരുകളും ഇതിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പരിപ്പിലിട്ട് താളിക്കുകയും ഉപ്പേരി വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇംഗ്ലീഷ് ചീര എന്നൊക്കെയാണ് ഇത് അധികം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൻപുറത്തൊക്കെ അധികമായിട്ട് കാണുന്നൊരു ചീരയാണിത് കേട്ടോ. ഇത് പിന്നെ തോരൻ വെക്കുകയും കറി വെക്കുകയും ഒക്കെ ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് ബ്ലോക്ക് ചീര, മൈസൂർ ചീര, ഇംഗ്ലീഷ് ചീര എന്നൊക്കെ ഇത് പറയും കേട്ടോ. പ്രമേഹ ചീര എന്ന് പറയും. ഇതൊക്കെ ഇതിൻ്റെ പേരുകളാണ് കേട്ടോ. കുറേ പേരുകളുണ്ട് ഇതിന്. ഓരോ നാട്ടിലും ഓരോ പേരായിട്ട് ആണ് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ പ്രമേഹ ചീര എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര പഴയ പ്രമേഹമാണെങ്കിലും അത് നമുക്ക് ഈ ഒരു ഇല കറി വെച്ചോ തോരൻ വെച്ചോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് മാറിപ്പോകുന്ന ഒരു ഇതുണ്ട് കേട്ടോ. ഈ ഒരു ഫലമാണ് ഈ ഒരു ചീരക്ക്. ഇതിന് പല രോഗങ്ങൾക്കും ഇതിന് പെട്ടെന്ന് പരിഹാരം കാണുന്ന ചീരയാണ് എന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക, നമ്മളിത് നടുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു കൊമ്പ് കൊണ്ടുപോയി നട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും. ഇതൊരു നീണ്ട് ഇങ്ങനെ പോവുക ചെയ്യുക. മരം പോലെയൊക്കെ ആവില്ല, എന്നാലും നീളം ഇങ്ങനെ നീണ്ട് വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു ചെടീൻ്റെ ആ ഒരു പ്രകൃതം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഒരു നമ്മുടെ കരിവേപ്പൊക്കെ ഉള്ളത് അതേപോലെയുള്ളൊരു തണ്ടും ഇലകളൊക്കെയാണ് ഇതിനുള്ളത്. പിന്നെന്താ, ഇതിൽ വിറ്റാമിനും ഫോസ്ഫറസ്, കാൽസ്യം, അയൺ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര പ്രമേഹം പഴകിയതാണേലും അത് മാറ്റി തരുന്നൊരു ചെടിയാണിത് കേട്ടോ. പിന്നെ ഇത് പ്രമേഹക്കാർക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം. ഇത് ഗർഭിണികൾക്കും പിന്നെ കഴിക്കാം കേട്ടോ. കാരണം ഗർഭിണികളെ ആ ഒരു സമയത്തെ ക്ഷീണവും വയ്യായ്കയൊക്കെ മാറ്റി തരുന്നൊരു ചീരയാണ്. പിന്നെ നമ്മുടെ ഗർഭാവസ്ഥയിലുള്ള കുട്ടികളുടെ ആ ഒരു എന്താ പറയുക, ആരോഗ്യവും വലിപ്പവും ഒക്കെ പിന്നെ ഇത് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് നല്ലോണം എഫക്റ്റ് ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇത് പിന്നെ വർക്ക് ചെയ്യും നമ്മുടെ ശരീരത്തിൽ. നമ്മളെ വയറ്റിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരോഗ്യത്തിന് പലവിധ ഗുണങ്ങളും ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് ഇട്ട് എടുത്തിട്ട് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഗുണങ്ങൾ പലതരമാണ്. ഞാനിതിൽ കുറച്ചൊരു ഗുണമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധാരാളം ഇതിന് പിന്നെ ഗുണങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് അരിഞ്ഞൊന്നും എടുക്കുന്നില്ല. ഇത് ഉപ്പേരി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഓരോ തണ്ടിങ്ങനെ പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഓരോന്ന് ഇതേപോലെ എടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഓരോ ഇലകൾ ഈ ഒരു രീതിയിൽ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇലകളൊക്കെ ഈ ഒരു രീതിയിൽ ആ ഒരു തണ്ടിനോട് വേർപെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളയ തണ്ടെടുത്തിട്ട് നമ്മൾ ചീരൻ്റെ ഒക്കെ ഇളയ തണ്ടെടുത്ത് അരിഞ്ഞ് വെക്കൂലേ, ആ ഒരു രീതിയിൽ അരിഞ്ഞ് ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കഴുകി വാരിയെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൽ അധികം ചെളിയൊന്നും ഉണ്ടാവില്ല, പൊടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് നല്ല ഹൈറ്റിൽ നീളം വെച്ച് പോകുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഹൈറ്റിൽ നിന്നാണ് ഞാനിത് പറിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും ചെറിയതായിട്ട് പൊടിയൊക്കെ പാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചട്ടിയിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
നല്ലോണം ഒന്ന് മൂത്ത് വരണം. പിന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. ഒരുവിധം ഒന്ന് മൂക്കുന്ന സമയത്ത് നമുക്ക് ആ ചീര കഴുകി വാരി വെച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ അരിഞ്ഞ് എടുക്കുന്നൊന്നുമില്ല, അരിയേണ്ടവർക്ക് അരിയാട്ടോ. പക്ഷേ കത്തി തട്ടിച്ച് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് മാറുമെന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞെടുക്കാത്തത്. പിന്നെ ഇത് എന്താ പറയുക, ഒരു മധുരം ഒക്കെയാണ് കേട്ടോ ഈ ഒരു ചീരക്ക്. അപ്പോൾ കുറച്ച് എരിവ് വേണ്ടവർക്ക് കുറച്ച് എരിവ് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വല്ലാണ്ട് വാടി കൊണ്ട് നമ്മുടെ ചീരയ്ക്ക് ആവുന്ന പോലെ വല്ലാണ്ട് വാടി കൊണ്ട് തീരെ ഇല്ലാണ്ടാവില്ല കേട്ടോ. കുറച്ചൊരു ക്വാണ്ടിറ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. പിന്നെ ആ ഒരു എണ്ണയിൽ ആ ഒരു ആവിയിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഇത് തന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇത് ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് കാണിച്ച് തരികയാണ്. കാരണം ഇത് കുറച്ച് ടൈമുണ്ട് കേട്ടോ. വല്ലാണ്ട് വലിയ സമയമല്ലെങ്കിലും നമുക്ക് ചീരയൊക്കെ വേവുന്ന ആ ഒരു ടൈം തന്നെ ഇതിനും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ചോറിന് കൂട്ടി കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.